Morning. So the last topic is types of wells. Last topic is type of wells. A water well is a hole or shaft, usually vertical, excavated in the ground for bringing groundwater to the surface. അപ്പോൾ എന്താണ് വാട്ടർ വെൽ? വാട്ടർ വെൽ ഓർ വെൽ ഇസ് എ ഹോൾ ഓർ ഷാഫ്റ്റ്. വെൽ എന്ന് പറയുന്നത് ഒരു ഹോളോ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റ് ആണ്. യൂഷ്വലി വെർട്ടിക്കൽ, സാധാരണയായി അത് വെർട്ടിക്കൽ ആയിരിക്കും. എക്സ്കവേറ്റഡ് ഇൻ ദ ഗ്രൗണ്ട് ഫോർ ബ്രിങ്ങിങ് ഗ്രൗണ്ട് വാട്ടർ ടു ദ സർഫസ്. അപ്പം ഗ്രൗണ്ട് വാട്ടറിനെ സർഫസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂഷ്വലി വെർട്ടിക്കലായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്ന ഒരു ഹോളോ ഷാഫ്റ്റോ ആണ് വാട്ടർ വെൽ. What is a water well? A water well is a hole or shaft. Water well is a hole or shaft, usually vertical, excavated in the ground for bringing groundwater to the surface. Groundwater-നെ സർഫസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എക്സ്കവേറ്റ് ചെയ്യുന്ന ഒരു ഹോളോ ഷാഫ്റ്റോ ആണ് വെൽ എന്ന് പറയുന്നത്. And it is usually vertical. Wells can be broadly classified into two. Wells can be broadly classified into two. First one is dug wells or open wells. Dug wells or open wells. And the second one is bored or drilled or tube wells. Bored or drilled or tube wells. Bore well or drilled well or tube wells. So wells ne engane classify cheyam? Dug wells or open wells, and the second one is bored or drilled or tube wells. Now, an open well is comparatively of bigger diameter and is suitable for discharge up to 0.005 cumex. ഈ ഓപ്പൺ വെൽ അല്ലെങ്കിൽ ഡഗ് വെൽ എന്ന് പറയുന്നത് യൂഷ്വലി ലാർജർ ഡയമീറ്റർ ആയിരിക്കും and it is suitable for discharge up to 0.005 cumex. This is because cross-section area of flow is less in tube. This is because the cross-section area of flow is less in open well and water can be withdrawn safely only at the critical velocity for the soil. അതായത് ഓപ്പൺ വെല്ലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ ചെറുതുമാണ് and water can be safely withdrawn only at critical velocity for soil. വാട്ടർ സേഫ് ആയിട്ട് ഡ്രോ ചെയ്യുന്നത് സോയിലിന്റെ ക്രിട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രമേ പറ്റുള്ളൂ. Whereas a tube well is a long pipe sunk into the ground with a strainer which allows water to pass through but prevents sand from coming in. Tube well എന്ന് പറയുന്നത് ഒരു ലോങ് പൈപ്പാണ് which is sunk in, അതായത് മണ്ണിലോട്ട് ഇറക്കി സങ്ക് ചെയ്തേക്കുന്ന ഒരു ലോങ് പൈപ്പാണ് ട്യൂബ് വെൽ. ട്യൂബ് വെല്ലിന്റെ അറ്റത്ത് എന്തുണ്ട്? സ്ട്രെയിനർ ഉണ്ട്. ട്യൂബ് വെല്ലിന്റെ അറ്റത്ത് സ്ട്രെയിനർ ഉള്ളതുകൊണ്ട് സോയിലിനെ പ്രിവെന്റ് ചെയ്തിട്ട് വാട്ടർ മാത്രം അതിലൂടെ പാസ് ചെയ്യത്തുള്ളൂ. Because of strainer, high velocity of flow can be permitted without danger of soil particles. ട്യൂബ് വെല്ലിന്റെ അടിയിൽ സ്ട്രെയിനർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ വെലോസിറ്റിയിൽ വാട്ടർ ഹൈ വെലോസിറ്റി ഓഫ് ഫ്ലോ ട്യൂബ് വെല്ലിൽ കൂടെ നമുക്ക് അലോ ചെയ്യാം. അങ്ങനെ ഹൈ വെലോസിറ്റി അലോ ചെയ്യുമ്പോൾ സോയിൽ വരത്തില്ല, കാരണം എന്താ? സ്ട്രെയിനർ ഉണ്ട്. അതേസമയം ഓപ്പൺ വെൽസിൽ സ്ട്രെയിനർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സോയിലും കൂടെ വാട്ടറിന്റെ കൂടെ കയറി വരും. അതുകൊണ്ടാണ് ഡിസ്ചാർജ് 0.005 cumex വരെ ഓപ്പൺ വെല്ലിൽ പറ്റുള്ളൂ. ആൻഡ് റേഡിയൽ ഫ്ലോ, because of the radial flow towards the well, cross section area of flow is more. വെല്ലിന്റെ അടുത്തോട്ടുള്ള റേഡിയൽ ഫ്ലോ കൂടെ കാരണം ട്യൂബ് വെല്ലിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇൻക്രീസ്ഡ് വെലോസിറ്റിയും മോർ ക്രോസ് സെക്ഷൻ ഏരിയ ട്യൂബ് വെല്ലിൽ ഉള്ളതുകൊണ്ട് ഡയമീറ്റർ കുറവാണെങ്കിൽ പോലും ഡിസ്ചാർജ് എന്ന് പറയുന്നത് മോർ ദാൻ ഓപ്പൺ വെല്ലായിരിക്കും. ഈ ട്യൂബ് വെല്ലിന്റെ കേസിൽ റേഡിയൽ ഫ്ലോ ടുവേർഡ്സ് ദ വെൽ ഉണ്ട്. അതോടൊപ്പം തന്നെ റേഡിയൽ ഫ്ലോ ഉള്ളത് കൊണ്ട് എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഫ്ലോ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വെലോസിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെലോസിറ്റിയും കൂടുതലായതുകൊണ്ട് ഡയമീറ്റർ ചെറുതാണെങ്കിൽ പോലും ബോർവെല്ലിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് മെനി ടൈംസ് മോർ ദാൻ ഓപ്പൺ വെൽ ആയിരിക്കും.
അപ്പോൾ ഡിസ്ചാർജ് ഏതിനാണ് കൂടുതൽ? ബോർവെല്ലോ ട്യൂബ് വെല്ലിനാണ്. ഡഗ് വെൽസ് അല്ലെങ്കിൽ ഓപ്പൺ വെൽസിനെക്കാളും ഡിസ്ചാർജ് കൂടുതൽ. Now let us move on to the classification of tube wells. Types of tube wells in the types. First one, strainer well. Second one, cavity well, and the third one, slotted well. Strainer well, cavity well and slotted well are the three types of tube wells. First, let us see what is a strainer type tube well. Strainer type tube well. Figure നോക്കാം. So this is the figure of a strainer type tube well. Figure of strainer type tube well. The strainer well is the most common and widely used well. Most common and widely used type of tube well is the strainer well.
നമ്മൾ കോമൺ ആയിട്ട് ട്യൂബൽ എന്ന് പറയുന്നത് ഈ സ്ട്രെയിനർ വെല്ലിനാണ്. In this type of well, a strainer, which is a special type of wire mesh, is wrapped around the main tube of the well. ഈ മെയിൻ ട്യൂബ് ഉണ്ടല്ലോ, വെല്ലിന്റെ മെയിൻ ട്യൂബിന് ചുറ്റുമായിട്ട് എന്താണ് റാപ്പ് ചെയ്യുന്നത്? സ്ട്രെയിനർ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രെയിനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെഷ്. So a special type of wire mesh is wrapped around the main tube of the well, and the main pipe contains bigger holes or slots than the openings of strainer. Main pipeൽ സ്ട്രെയിനറിന്റെ ഓപ്പണിങ്സിനേക്കാളും വലിയ ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ട്സ് ഉണ്ട്. So the total area of the openings of the tube is kept equal to the openings of the strainer. Total area of openings of the tube is kept equal to the total area of opening of strainer. അതായത് സ്ട്രെയിനറിലെ ഓപ്പണിങ്ങിന്റെ ഏരിയയും ട്യൂബിന്റെ ഓപ്പണിങ്ങിന്റെ ഏരിയയും സെയിം ആക്കി വെച്ചേക്കാണ്. കാരണം എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ആൻഡ് ഡ്യൂ ടു ദ ഫൈനസ് ഓഫ് ഓപ്പണിങ്സ് ഓഫ് സ്ട്രെയിനർ, ഹയർ ഓപ്പറേഷണൽ വെലോസിറ്റി ഓഫ് വാട്ടർ ക്യാൻ ബി പെർമിറ്റഡ്. സ്ട്രെയിനർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയതുകൊണ്ട് നമുക്ക് ഹയർ വെലോസിറ്റി ഓഫ് ഫ്ലോ പെർമിറ്റ് ചെയ്യാൻ പറ്റും. ലിറ്റിൽ ആനുലർ സ്പേസ് ഇസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദ സ്ട്രെയിനർ and the pipe so that the open area of pipe perforations is not reduced. ഈ സ്ട്രെയിനറും പൈപ്പും തമ്മിൽ കുറച്ച് ഒരു വളരെ മൈന്യൂട്ട് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ആനുലാർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് അങ്ങനെ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്? പൈപ്പിന്റെ ഓപ്പൺ ഏരിയ, പൈപ്പിന്റെ പെർഫറേഷൻസിന്റെ ഓപ്പൺ ഏരിയ കുറയാതിരിക്കാൻ വേണ്ടിയാണ് സ്ട്രെയിനറും പൈപ്പും തമ്മിൽ വളരെ കുറച്ചൊരു ആനുലാർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The mesh size of strainer is generally kept equal to D60 to D70 of the surrounding soil. Surrounding soil D60 to D70 റേഞ്ചിലായിരിക്കും സ്ട്രെയിനറിന്റെ മെഷ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിനറിന്റെ മെഷ് സൈസ് എങ്ങനെ വേരി ചെയ്യുന്നു? D60 to D70 of the surrounding soil. ഇതെങ്ങനെ വർക്കിംഗ്? So the strainer well may draw water either from an unconfined aquifer of unlined extent or from one or more confined aquifer layers. ഒന്നെങ്കിൽ അൺലിമിറ്റഡ് എക്സ്റ്റെന്റ് വരുന്ന അൺകൺഫൈൻഡ് അക്വിഫർ എന്നായിരിക്കും സ്ട്രെയിനർ വെല്ല് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും? ഫ്രം വൺ ഓർ മോർ കൺഫൈൻഡ് അക്വിഫർ ലെയർസ് ഓർ ഫ്രം വൺ ഓർ മോർ കൺഫൈൻഡ് അക്വിഫർ ലെയർസ്. അപ്പം അൺലിമിറ്റഡ് എക്സ്റ്റെന്റ് ഉള്ള അൺകൺഫൈൻഡ് അക്വിഫറിൽ നിന്നോ അല്ലെങ്കിൽ വൺ ഓർ മോർ കൺഫൈൻഡ് അക്വിഫർ ലെയർസിൽ നിന്നോ ആയിരിക്കും strainer well water draw ചെയ്യുന്നത്. The strainers are provided only in that length of the pipe where it crosses the aquifer. പൈപ്പ് അക്വിഫറിനെ ക്രോസ് ചെയ്യുന്ന ലെങ്ത്തിൽ മാത്രമേ സ്ട്രെയിനേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഇവിടെ അക്വിഫർ വരുന്ന ഭാഗത്ത് മാത്രമേ സ്ട്രെയിനർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. The pipe in the aquifer portion is kept perforated. അക്വിഫർ പോർഷനിൽ വരുന്ന പൈപ്പാണ് പെർഫറേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്നത്. And rest of the portion is plain or blind pipe is provided. Other portions അതായത് അക്വിഫർ അല്ലാത്ത പോർഷൻസിൽ ബ്ലൈൻഡ് പൈപ്പ് അല്ലെങ്കിൽ പ്ലെയിൻ പൈപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. And at the bottom a short pipe is provided to permit settlement of any sand if passed through the strainer. ഏറ്റവും താഴെ എന്താണ്? ഒരു ചെറിയ പൈപ്പ്, ഷോർട്ട് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് to permit settlement of any sand if passed through the strainer. സ്ട്രെയിനറിലൂടെ അഥവാ സാൻഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി താഴെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഷോർട്ട് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The well is generally plugged at the bottom. ഈ വെല്ല് ബോട്ടത്തില് പ്ലഗ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു പ്ലഗ് ബോട്ടത്തില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So this is the description for strainer type tube well. എക്സാമിന് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ട്യൂബ് വെൽ വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. Next type of tube well is cavity type tube well. Cavity type tube well. Figure വരയ്ക്കാം.
So the figure shows a cavity tube well. Figure shows a cavity tube well. This is a special type of tube well in which water is not drawn through the strainer, but it is drawn through the bottom of the well where a cavity is formed. ഇവിടെ സ്ട്രെയിനറിൽ നിന്ന് വാട്ടർ ഡ്രോ ചെയ്യുന്നതിന് പകരം വെല്ലിന്റെ ബോട്ടത്തിൽ നിന്നാണ് വാട്ടർ ഡ്രോ ചെയ്യുന്നത്. ഈ ബോട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? The cavity is formed at the well bottom. Well bottomത്തിൽ cavity form ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ cavity type tube well water draw ചെയ്യുന്നത്. So the tube well pipe penetrates a strong clay layer which acts as a strong roof. ഈ clay layerൽ strong clay layerലൂടെയാണ് ഈ ട്യൂബ് വെല്ലിന്റെ പൈപ്പ് പെനിട്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്ലേ ലെയർ എന്ന് പറയുന്നത് ഒരു റൂഫായിട്ട് സ്ട്രോങ് റൂഫായിട്ട് ആക്ട് ചെയ്യും. ദസ് ക്യാവിറ്റി ട്യൂബ് വെൽ സിമിലർ ടു എ ഡീപ് വെൽ. ഒരു ഡീപ് വെല്ലിന് സിമിലർ ആയിട്ട് തന്നെയാണ് ഈ ക്യാവിറ്റി ട്യൂബ് വെൽ. ദി എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ എ ക്യാവിറ്റി ട്യൂബ് വെൽ to function efficiently is to have confined aquifer of good specific yield, and aquifer should have a strong impervious material above it. അപ്പോൾ ഈ ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് കൺഫൈൻഡ് അക്വിഫർ ഓഫ് ഗുഡ് സ്പെസിഫിക് yield. നല്ല സ്പെസിഫിക് yield ഉള്ള കൺഫൈൻഡ് അക്വിഫർ വേണം. അത് മാത്രമല്ല ആ കൺഫൈൻഡ് അക്വിഫറിന്റെ മുകളിൽ സ്ട്രോങ് ഇംപെർവിയസ് മെറ്റീരിയലും വേണം. അപ്പോൾ ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് അക്വിഫർ വിത്ത് ഗുഡ് സ്പെസിഫിക് yield. നല്ല സ്പെസിഫിക് yield ഉള്ള അക്വിഫർ വേണം. അതോടൊപ്പം തന്നെ അക്വിഫറിന്റെ മുകളിൽ സ്ട്രോങ് ഇംപെർവിയസ് മെറ്റീരിയലും ഉണ്ടായിരിക്കണം. സ്ട്രോങ് ഇംപെർവിയസ് മെറ്റീരിയൽ അക്വിഫറിന്റെ മുകളിൽ ഉണ്ടാവണം. അത് കൂടാതെ അക്വിഫറിന് ഗുഡ് സ്പെസിഫിക് yield ആയിരിക്കണം. നല്ല സ്പെസിഫിക് yield ഉള്ള സ്ട്രോങ് ഇംപെർവിയസ് മെറ്റീരിയൽ മുകളിൽ വരുന്ന കൺഫൈൻഡ് അക്വിഫർ ആയിരിക്കണം വെല്ലിന് ഉള്ളത്. In the initial stage of pumping, with the help of a centrifugal pump or airlift pump, fine sand comes with water and consequently a hollow or cavity is formed. നമ്മൾ ഇനീഷ്യലി പമ്പ് ചെയ്യുമ്പോൾ, അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പോ എയർ പമ്പോ യൂസ് ചെയ്ത് ഇനീഷ്യലി വാട്ടർ പമ്പ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ കൂടെ എന്തും കൂടെ വരും? ഫൈൻ സാൻഡും കൂടെ വരും. ഈ ഫൈൻ സാൻഡും കൂടെ വരുന്ന കാരണം hollow or cavity is formed. ഈ ഫൈൻ സാൻഡോടെ കയറി വരുന്നതാണ് hollow or cavity is formed. So as the spherical surface area of cavity increases outwards, cavityയുടെ spherical surface
ഔട്ട്വേർഡ്സിലോട്ട് വരുമ്പോൾ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും സർഫസ് ഏരിയ. ദ റേഡിയൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസസ്. ദ ക്യാവിറ്റിയുടെ സ്പെറിക്കൽ സർഫസ് ഏരിയ ഔട്ട്വേർഡ്സിലോട്ട് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ദ റേഡിയൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസസ്. റേഡിയൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സാൻഡ് പാർട്ടിക്കിൾ സ്റ്റോപ്പ് എൻ്ററിങ് ദ വെൽ. അപ്പൊ ഈ റേഡിയൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നതോറും പിന്നെ എന്ത് സംഭവിക്കുന്നു? സാൻഡ് പാർട്ടിക്കിൾസ് വെല്ലിലോട്ട് എൻ്റർ ചെയ്യാതെ നിൽക്കും. At this stage, an equilibrium in the cavity formation is established. ഈ ഒരു സ്റ്റേജിലാണ്, അതായത് സാൻഡ് പാർട്ടിക്കിൾസ് വരാത്ത സ്റ്റേജിൽ equilibrium is established in the cavity formation and clear water continues to enter the well on further pumping. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം വരും, ഒരു ഇക്വിലിബ്രിയം ക്യാവിറ്റി ഫോർമേഷനകത്ത് ഒരു ഇക്വിലിബ്രിയം വരും. ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ്? വീണ്ടും നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷം പമ്പിങ് തുടർന്നുകൊണ്ടിരുന്ന സാൻഡ് ഇല്ലാതെ ക്ലീൻ വാട്ടർ മാത്രം വെല്ലിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. At the same constant discharge being the constant, only clean water will enter the tube well on further pumping after equilibrium is reached. Then, after the formation of cavity, velocity of entry of water at the bottom of pipe is less than the critical. Cavity form ചെയ്ത് കഴിഞ്ഞാൽ വെല്ലിൽ എൻ്റർ ചെയ്യുന്ന വാട്ടറിന്റെ വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റിയെക്കാളും കുറവായിരിക്കും. The essential difference between strainer tube well and cavity tube well lies in the fact that due to provision of strainer, flow is radial, while in case of a cavity type tube well, the flow is spherical. Strainer tube well radial flow ആണെങ്കിൽ cavity type tube well flow എങ്ങനെയാണ്? Spherical ആണ്. Flow is spherical. And also in strainer tube well, area of flow is increased by increasing the length of strainer pipe, while in case of cavity tube well, the area of flow is increased by enlarging the size of cavity. നമുക്ക് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെല്ലില് പൈപ്പിന്റെ ലെങ്ത് കൂട്ടിയാൽ തന്നെ ഏരിയ ഓഫ് ഫ്ലോ കൂടും. പക്ഷെ ഈ കേസിൽ അതായത് ക്യാവിറ്റി ട്യൂബ് വെല്ലിനകത്ത് ഏരിയ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്യാവിറ്റിയുടെ സൈസ് കൂട്ടണം. സോ ദ ക്യാവിറ്റി ഫോം ഡ്യൂ ടു പെർട്ടിക്കുലർ ഡിസ്ചാർജ് Q1 increases if an increased discharge Q2 is pumped out. So this is the working of a cavity tube well. This is the working of a cavity tube well. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ട്യൂബ് വെൽ നമ്മളിപ്പോൾ കണ്ടു. സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെല്ലും ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെല്ലും. സ്ട്രെയിനർ ട്യൂബ് വെല്ലും ക്യാവിറ്റി ടൈപ്പ് tube well. So next, third type of tube well is slotted type tube well. Third type is slotted type tube well. A slotted tube well is resorted to under two circumstances. First one is sufficient depth of water bearing stratum is not available even up to a depth of 75 to 100 meter, so that strainer type tube well cannot be used. And second is suitable strong roof is not available, so that a cavity well cannot be formed. അപ്പോൾ നമ്മൾ ഈ സ്ലോട്ടഡ് ടൈപ്പ് വെല്ല് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് സർക്കംസ്റ്റൻസസ് ഉണ്ട്. ഈ രണ്ട് സർക്കംസ്റ്റൻസസിൽ ഏതെങ്കിലും ഒരെണ്ണം വരുവാണെങ്കിലാണ് നമ്മൾ ഈ രണ്ട് സർക്കംസ്റ്റൻസസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ സ്ലോട്ടഡ് ടൈപ്പ് ട്യൂബ് വെല്ല് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ്? ഒന്നെന്ന് പറയുന്നത് സഫീഷ്യന്റ് ഡെപ്ത് ഓഫ് വാട്ടർ ബെയറിംഗ് സ്ട്രേറ്റം. വാട്ടർ ബെയറിംഗ് സ്ട്രേറ്റം സഫീഷ്യന്റ് ഡെപ്തിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എവിടെ വരെയാണ് ഡെപ്ത് നോക്കുന്നത്? 75 to 100 മീറ്റർ വരെ നോക്കിയാലും സഫീഷ്യന്റ് വാട്ടർ ബെയറിംഗ് സ്ട്രേറ്റം സഫീഷ്യന്റ് ഡെപ്തിൽ വാട്ടർ ബെയറിംഗ് സ്ട്രേറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ സ്ലോട്ടഡ് ടൈപ്പ് ട്യൂബ്. കാരണം എന്താ? 75 to 100 മീറ്റർ വരെ നോക്കിയിട്ട് വാട്ടർ ബെയറിംഗ് സ്ട്രേറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ യൂസ് ചെയ്യാൻ പറ്റില്ല. And the second condition is suitable strong roof is not available, so that cavity well cannot be formed. Strong roof അല്ലെങ്കിൽ strong clay layer പറഞ്ഞ് നമ്മൾ ക്യാവിറ്റി വെല്ലിലുള്ള. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് റൂഫ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാവിറ്റി വെല്ലും ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സർക്കംസ്റ്റൻസസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ലോട്ടഡ് ടൈപ്പ് ട്യൂബ് വെല്ല്
യൂസ് ചെയ്യുന്നത്. It is made to penetrate to some depth in the water bearing strata. അപ്പോൾ വാട്ടർ ബെയറിംഗ് സ്ട്രേറ്റയിൽ ഒരു ഡെപ്തിലോട്ടായിരിക്കും ഈ സ്ലോട്ടഡ് ടൈപ്പ് ട്യൂബ് വെല്ലിനെ നമ്മൾ പെനിട്രേറ്റ് ചെയ്യിക്കുന്നത്. A slotted tube well essentially consists of a slotted tube penetrating the confined aquifer. Here there is a slotted tube which penetrates the confined aquifer. Slotted tube penetrates the confined aquifer and size of slots may vary from slots may be 25 mm by 3 mm. Slot size എന്ന് പറയുന്നത് 25 mm by 3 mm at 10 to 12 mm spacing. അതിനകത്ത് സ്ലോട്ട്സ് ഉണ്ട്. സ്ലോട്ട്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 25 mm by 3 mm with a spacing of 10 to 12 mm. And in order to prevent the fine particles entering the pipe, it is shrouded with a mixture of gravel and coarse sand. അതിനകത്ത് ഗ്രേവൽ ഷ്രൗഡിങ് കൊടുത്തേക്കുന്നുണ്ട്. ഈ ഷ്രൗഡിങ് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫൈൻ പാർട്ടിക്കിൾസ് പൈപ്പിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രേവലും കോഴ്സ് സാൻഡും കൂടെ ചേർന്നുള്ള ഷ്രൗഡിങ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാസ്റ്റിംഗ് പൈപ്പ് ഓഫ് 36 cm ഡയമീറ്റർ ഇസ് ലോവർ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു കാസ്റ്റിംഗ് പൈപ്പ് കേസിംഗ് പൈപ്പ് ഫസ്റ്റ് ഒരു കേസിംഗ് പൈപ്പ് നമ്മൾ ലോവർ ചെയ്യും ഓഫ് ഡയമീറ്റർ 36 cm ആൻഡ് സോയിൽ ഇസ് എക്സ്കവേറ്റഡ് ഔട്ട്. ഒരു കേസിംഗ് പൈപ്പ് 36 cm ഡയമീറ്റർ ഉള്ള കേസിംഗ് പൈപ്പിനെ ആദ്യം ലോവർ ചെയ്തിട്ട് സോയിലിനെ എക്സ്കവേറ്റ് ചെയ്ത് പുറത്തോട്ട് എക്സ്കവേറ്റ് ചെയ്യും. ആൻഡ് വാട്ടർ ബെയറിംഗ് സ്ട്രക്ചർ ഇസ് പെനിട്രേറ്റഡ് ബൈ എ ഡെപ്ത് ഓഫ് അബൌട്ട് 5 meter ലെങ്ത്. അപ്പോൾ സോയിലിനെ എക്സ്കവേറ്റ് ചെയ്തിട്ട് വാട്ടർ ബെയറിംഗ് സ്ട്രക്ചറിൽ ഒരു 5 meter ലെങ്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. And the perforated pipe, sometimes known as the education pipe, is 15 cm diameter and is then lowered. അതിനുശേഷം perforated pipe lower ചെയ്യും. It is 15 cm diameter and the slotted portion being only 5 meter long and rest of the length being of plain pipe. അപ്പോൾ slotted portion 5 meter length കാണും. ബാക്കി പോർഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ പൈപ്പ് തന്നെ ആയിരിക്കും. Then gravel is poured from the top up to 3 to 4 meter higher than the top level of perforated portion. Perforated portionന്റെ ടോപ്പ് ലെവലിലോട്ട് ഒരു 3 to 4 meterലോട്ട് എന്ത് pour ചെയ്ത് കൊടുക്കും? 3 to 4 meterലോട്ട് gravel pour ചെയ്യും. And the casing pipe is then withdrawn 5 cm at a time and the well is developed with the help of compressed air pumped into the education pipe. അതായത് നമ്മൾ ഗ്രേവൽ പോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേസിംഗ് പൈപ്പിനെ 5 cm ഒരു സമയം 5 cm വെച്ച് അങ്ങനെ 5 cm ഓരോ സമയം 5 cm വെച്ച് നമ്മൾ കേസിംഗ് പൈപ്പിനെ ലിഫ്റ്റ് ചെയ്ത് മാറ്റും. അങ്ങനെ വിഡ്രോ ചെയ്യും. അത് അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ഹിയർ വെൽ ഇസ് ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കംപ്രസ്ഡ് എയർ പമ്പ്ഡ് ഇൻടു ദ എഡ്യൂക്കേഷൻ പൈപ്പ്. ആ എഡ്യൂക്കേഷൻ പൈപ്പിലോട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുക്കുന്നുണ്ട്. അത് കാരണം വെല്ല് ഫോം ചെയ്യും. ഫൈനലി വെൻ ദ കേസിംഗ് പൈപ്പ് ഇസ് ഫുള്ളി വിഡ്രോൺ, അതായത് കേസിംഗ് പൈപ്പ് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്തതിന് ശേഷം annular space between casing pipe and education pipe is suitably plugged. Annular space between casing pipe and education pipe is suitably plugged. അതായത് കേസിംഗ് മൊത്തത്തോടെ എടുത്തു കഴിയുമ്പോൾ കേസിംഗ് പൈപ്പിന്റെ ആനുലർ പൈപ്പിന്റെ ഇടയിലുള്ള സ്പേസിങ്ങിനെ പ്രോപ്പർ ആയിട്ട് പ്ലഗ് ചെയ്യും. ബൈ ഡെവലപ്പിംഗ് the well with the help of compressed air, sand surrounding the gravel filter is freed of finer particles. നമ്മൾ കംപ്രസ്ഡ് എയർ കൊണ്ട് വെല്ല് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഗ്രാവിറ്റി ഫിൽറ്ററിന് സറൗണ്ട് ചെയ്തുള്ള സാൻഡ് അല്ലേ സാൻഡ് എന്ന് പറയുന്നത് സറൗണ്ടിങ് ഗ്രാവിറ്റി ഫിൽറ്റർ ഇസ് ഫ്രീഡ് ഓഫ് ഫൈനർ പാർട്ടിക്കിൾസ്. ഗ്രാവിറ്റി ഫീൽഡിനെ സറൗണ്ട് ചെയ്യുന്ന സാൻഡ് എന്ന് പറയുന്നത് വിൽ ബി ഫ്രീ ഓഫ് ഫൈനർ പാർട്ടിക്കിൾസ് ആൻഡ് ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദ ഫിൽറ്റർ ചോക്ഡ് ആർ റെഡ്യൂസ്. ഫിൽറ്റർ ചോക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് വെല്ലിനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഗ്രേവൽ ഫിൽറ്ററിനെ സറൗണ്ട് ചെയ്യുന്ന സാൻഡിനകത്ത് ഫൈൻ പാർട്ടിക്കിൾസ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ക്ലോഗ്ഡ് ആവാൻ അല്ലെങ്കിൽ ഫിൽറ്റർ ചോക്ക് ചെയ്യാനുള്ള ചാൻസസും വളരെയധികം കുറഞ്ഞിരിക്കും. ആൻഡ് ഡ്യൂ ടു ദ പ്രൊവിഷൻ ഓഫ് ഗ്രേവൽ ഷ്രൗഡിങ്, അവിടെ ഗ്രേവൽ ഷ്രൗഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാർജ് ഏരിയ ഓഫ് റേഡിയൽ ഫ്ലോ ഇസ് ഒബ്റ്റെയിൻ. ഗ്രേവൽ ഷ്രൗഡിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
large area of radial flow is obtained. Radial flow ക്ക് large area ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. So there are two differences between strainer tube well and slotted tube well. First one is in strainer tube well, strainer pipes are surrounded by wire mesh to prevent fine particles from entering the well, while in slotted tube well, alternate length of strainer pipe and while in a slotted tube well, slotted pipe length is only at its bottom. നമുക്ക് strainer tube well alternate lengths of strainer pipe strainer plain pipe ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ slotted type tube wellനകത്ത് slotted portion എന്ന് പറയുന്നത് അതിന്റെ താഴെ കുറച്ച് ലെങ്ത്തിൽ മാത്രമേ ഉള്ളൂ. And second difference is strainer tube well may have several alternative lengths of strainer pipes and plain pipes, while slotted tube well has slotted pipe length only at its bottom. ഇവിടെ slotted pipe ബോട്ടത്തിൽ മാത്രമേ ഉള്ളെങ്കിൽ strainer tube wellനകത്ത് alternate length of strainer പൈപ്പും plain പൈപ്പും ഉണ്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് strainer പൈപ്പ്സിന് ചുറ്റും നമ്മൾ വയർ മെഷ് യൂസ് ചെയ്തിട്ടാണ് ഫൈൻ പാർട്ടിക്കിൾസിനെ വെല്ലിലോട്ട് എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നത്. അതേസമയം slotted tube wellനകത്ത് ഗ്രേവൽ ഷൗഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രെയിനർ പൈപ്പിൽ വയർ മെഷ് ആണ് നമ്മൾ പറയുന്ന സ്ട്രെയിനർ എങ്കിൽ ഇവിടെ ഫൈൻ പാർട്ടിക്കിൾസ് വരാതിരിക്കാൻ ഗ്രേവൽ ഷൗഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. Thus, strainer tube well draws water from several aquifers sandwiched between impervious layers, while slotted tube well draws water only from one pervious stratum which has sufficient water bearing capacity. അപ്പോൾ സ്ട്രെയിനർ പൈപ്പ് പല അക്വിഫർ ലെയറിൽ നിന്നായിരിക്കും വാട്ടർ ഡ്രോ ചെയ്യുന്നതെങ്കിൽ സ്ലോട്ടഡ് ടൈപ്പ് ട്യൂബ് വെൽ എന്ന് പറയുന്നത് സഫിഷ്യന്റ് വാട്ടർ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒറ്റ ലെയർ ഓഫ് അക്വിഫറിൽ നിന്നായിരിക്കും വാട്ടർ ഡ്രോ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ working and construction of slotted type tube well. So there are three types of tube wells: strainer tube well, cavity tube well and slotted tube well. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓപ്പൺ വെൽ ഓർ ഡഗ് വെൽസും ആൻഡ് സെക്കൻഡ് വൺ ഇസ് ബോർഡ് ഓർ ഡ്രിൽഡ് ഓർ ട്യൂബ് വെൽസ്. ആ ട്യൂബ് വെൽസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. Now let us see what is an open well and what are the classifications of open well.